വീഡിയോയിൽ സ്വാഗതം. ഇന്ന് എനിക്ക് സുഖമില്ല, അപ്പോൾ വേറെന്ത് ചെയ്ത് കപ്പ ഉണ്ടെന്ന് രാവിലെ. എന്നിട്ട് ഞാൻ രാവിലെ തന്നെ ചോറെല്ലാക്കിനേന്. ചോറ് രാവിലെ ഇന്ന് വണ്ടി വെക്കാൻ വേണ്ടിയിട്ട് ഇതായതാണ്. ചോറ് രാവിലെ തന്നെ ആക്കിന്. അപ്പോൾ വണ്ടിയിലൊന്നും സാധനമൊന്നുമില്ല, അതുകൊണ്ട് സാധനമെല്ലാം ഇന്ന് വാങ്ങണത്ര. ഉള്ള പൈസേനെ കൊണ്ട് ഇപ്പം വാങ്ങിയിട്ട് ബാക്കി മെല്ലനെ വാങ്ങിയിടാം. അപ്പം ഇന്ന് ഒരു കപ്പ കൊണ്ട നേരം ഒരു കപ്പ ഉണ്ടാക്കിയതാണ്. കപ്പയും കട്ടൻ ചായക്ക് പകരം ചൂടുവെള്ളമാണ്. ചായപ്പൊടിയില്ല, അതുകൊണ്ട് ചൂടുവെള്ളം. നല്ല കപ്പ. അയ്യോ, ഇതിനിടയ്ക്കൊരു കപ്പ കൊണ്ടുവന്നിന്. കപ്പേൻ്റെ പണി ഇറക്കാൻ പോകുന്നുണ്ടല്ലോ. പണിയെടുക്കാൻ പോയിട്ട് അങ്ങനെ കൊണ്ടുവന്നത് ഒരു കപ്പ. ഞാൻ വിചാരിച്ചു നാടൻ കപ്പിയാന്ന് ചോദിച്ച് ഞാൻ തൊലിയെല്ലാം ചെത്തി കഴുകി എല്ലാം കുക്കറിലിട്ടു. 5 വിസിലായിട്ടും 5 വിസിലടിച്ചു. സാധാരണ കപ്പക്ക് 3 വിസിലേ ഉള്ളൂ. ഞാൻ ഒരു 5 വിസിലടിച്ചു. കുക്കറിലായിട്ടിന് 5 വിസിലായിട്ടും കപ്പ പോലെ തുറന്ന് നോക്കുമ്പോൾ. പിന്നെ എന്ത് ചെയ്തു, ഞാൻ പിന്നെ ഒരു 6 വിസിലടിച്ചു. കപ്പ ഒരു ഇങ്ങനെ ചെറുങ്ങനെ ആയിട്ടുള്ള കല്ല് പോലെ വയ്യ. ഞാൻ എന്ത് ചെയ്തു, തമിഴ്നാട് കപ്പ ഇങ്ങനെ ഉള്ള കപ്പയാണെന്ന് ഞാൻ അറിയാനു. ഇവർ മരോളുണ്ടായിരുന്നു. മരോൾ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കപ്പയെല്ലാം നല്ല വേവില്ലാത്ത കപ്പയാണെന്നല്ലോ, ഇങ്ങനെയില്ലല്ലോ. പിന്നെ ഞാനവിടെ വെച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇത് നാടൻ കപ്പയൊന്ന് അല്ല, തമിഴ്നാടൻ കപ്പയൊന്ന്. ഞാൻ പറഞ്ഞ ആ കപ്പ അങ്ങനെ നിങ്ങൾ എന്തിനെ കൊണ്ടുവരേണ്ട ആവശ്യം, ഞാൻ നാടൻ കപ്പയാന്ന് ചോദിച്ചാൽ ഇതിൽ ഒരു ഇത്ര വിസിലടിച്ചു. എന്നിട്ടും കപ്പ പോലെ തന്നെ ഒരു വേവില്ല. ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ പറഞ്ഞ തമിഴ്നാടൻ കപ്പ ഇങ്ങോട്ട് കൊണ്ടുവരികയേ വേണ്ട. ഇത് നല്ല അടിപൊളി. എത്ര വിസിലൊന്നും അറിയില്ല, എനിക്ക് കഴിയാത്തതുകൊണ്ട് ഞാൻ കിടന്നതിനേനു. എത്ര വിസിലടിച്ചെന്നൊന്നും അറിയില്ല. അപ്പം അത് ഞാൻ രാവിലെ ചോറാക്കി വറുത്തതാണ്. ഇപ്പം പോകുമ്പം വെള്ളം തിളപ്പിച്ച് അടുപ്പത്ത് വെച്ച് കുടിക്കേ. എന്നോട് പറഞ്ഞ് കപ്പയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ എണീച്ചിട്ട് നോക്കുമ്പോൾ വെള്ളം തിളപ്പിച്ച് വെച്ച് കുടിക്കാൻ വെള്ളത്തിന് പോയത്. കപ്പ സെൻട്രലിൽ പിന്നെ ഒരു